നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി തീരദേശ ദേശീയപാത അളവെടുപ്പ് പ്രതിഷേധം ശക്തം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലീഗിനെതിരെ പ്രകോപന പരാമർശവുമായി CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ലീഗ് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും ഞങ്ങൾ നിൽക്കേണ്ടതുപോലെ നിന്നാൽ ലീഗുകാർക്ക് ബുദ്ധിമുട്ടാകുമെന്നും KK രാഗേഷ്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാനൂർ പാറാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു. പോസ്റ്ററുകളും കൊടിതോരണങ്ങളും കത്തിനശിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പവൻ വില 1 ലക്ഷം രൂപ എന്ന നിർണായക മാന്ത്രിക സംഖ്യ പിന്നിട്ടു. പവൻ വില 1,01,600 രൂപ. വാർത്തകൾ വിശദമായി. തലശ്ശേരി തീരദേശ ദേശീയപാത നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സ്ഥലമളക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ പട്ടണ തൊഴിൽ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചൊവ്വാഴ്ച രാവിലെയാണ് മെയിൻ റോഡ് മട്ടാമ്പ്രം പരിസരം പ്രതിഷേധ കളമായി മാറിയത്. ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ച് തടഞ്ഞതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. അവസാന ഒരു കമ്മിറ്റി ഇല്ല, നിങ്ങളില്ല, ആകെ സർക്കാർക്ക് മാത്രമേ ഇല്ലാന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മളില്ല, നമ്മളല്ല അവിടെ ഇല്ലാന്ന് എല്ലാം ഇവർ പങ്കെടുത്തില്ല. നമ്മൾ പറയുന്നത് സർക്കാർക്ക് മാത്രം ഉണ്ടെങ്കിൽ ഒന്നാ ചേമ്പറിൽ. അപ്പൊ അതിൽ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഡാറ്റ കളക്ഷൻ എടുത്തതിന് ശേഷം അതിന് മുമ്പ് അവസാന മീറ്റിംഗ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവരെ തലശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ K പ്രസാദ്, എക്സിക്യൂട്ടീവ് അംഗം PK നാസർ, അംഗങ്ങളായ അനൂപ് കുമാർ, KP സജീർ, KK അഷ്റഫ്, K ഷാനവാസ്, P നസീർ, U അസ്നിദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്.
സംഭവത്തിൽ പ്രതിഷേധിച്ച് സംരക്ഷണ സമിതി തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് സബ് കളക്ടർ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. ഇതിനിടയിൽ പോലീസ് സുരക്ഷയിൽ ഉദ്യോഗസ്ഥർ ഭൂമി അളക്കുന്ന നടപടികൾ പൂർത്തിയാക്കി. ഗതാഗതം സ്തംഭിച്ചതോടെ തലശ്ശേരിയിൽ നിന്നും ഇതുവഴിയുള്ള വാഹനങ്ങളെ വഴിതിരിച്ചുവിട്ടു. വ്യാപാരികൾ കടകളടച്ചും തൊഴിലാളികൾ ജോലി നിർത്തിയും പ്രതിഷേധിച്ചു. രാവിലെയാണ് അളവെടുപ്പിനായി ഉദ്യോഗസ്ഥർ എത്തിയത്. സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് അധികാരികൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് പ്രതിഷേധക്കാരാണ് സംഭവസ്ഥലത്ത് സംഘടിച്ചെത്തിയത്. പിന്നീട് പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് മാറി. വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റവുമുണ്ടായി. പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിരവധി വീടുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കാതെ ഭൂമി വിട്ടുനൽകില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. ദേശീയപാതയിൽ സൈദാർ പള്ളി മുതൽ പഴയ ബസ് സ്റ്റാൻഡ്, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗങ്ങളിലെ വർഷങ്ങളായി വ്യാപാരം ചെയ്തു വരുന്ന കടകളാണ് തീരദേശ പാതയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത്. ഒട്ടേറെ വ്യാപാരികൾക്കും കുടുംബത്തിനും ചുമട്ടുതൊഴിലാളികൾക്കും തൊഴിലില്ലാതാകുന്ന അവസ്ഥ വരുമെന്നും അലൈൻമെന്റ് മാറ്റുകയോ ബദൽ സംവിധാനം ഒരുക്കുകയോ വേണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. മുഖ്യമന്ത്രി, MP, സ്പീക്കർ എന്നിവർക്ക് നിവേദനവും നൽകി. ലീഗ് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും ഞങ്ങൾ നിൽക്കേണ്ട പോലെ നിന്നാൽ ലീഗുകാർക്ക് ബുദ്ധിമുട്ടാകുമെന്നും CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ ലീഗിന് കൊള്ളാം. വേണ്ടാത്ത പടിക്ക് നിൽക്കരുതെന്നും KK രാഗേഷ് പറഞ്ഞു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ജനങ്ങളുമാകെ രാഷ്ട്രീയം പറയുകയാണ് ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അക്രമ പ്രവർത്തനം നടത്തുക, ഇതിന് കൂടെ ചില മാധ്യമങ്ങൾ സഹായിക്കാറുണ്ട്. ഞങ്ങളെ നേരെ ആക്രമിക്കുക, ആക്രമിച്ച തുടക്കമുള്ള സംഭവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക. അതിന്റെ ഭാഗമായി ചില പ്രകോപനങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടുകാരോട്. പ്രകോപനമുണ്ടാക്കുക എന്നുള്ളതാണ് ലീഗിന്റെ ലക്ഷ്യം. പ്രകോപനമുണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതുതന്നെയാണ് SDPയുടെ ലക്ഷ്യം. എന്നിട്ട് പറയണം CPIM അക്രമം നടത്തുന്നേ. അത് ഏറ്റുപിടിക്കാൻ വേണ്ടി കേരളത്തിൽ കുറെ മാധ്യമങ്ങളുണ്ടല്ലോ. അങ്ങനെ അക്രമം ഉറവിളി കൂട്ടണം. എന്നിട്ട് CPMനെതിരായി, ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരമുണ്ടാക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, എത്രമാത്രം പ്രകോപനമുണ്ടായാലും ഭൂമിയോളം ക്ഷമിക്കണം, ഭൂമിയോളം ക്ഷമിക്കുക. പക്ഷെ ഞങ്ങളുടെ ക്ഷമ കണ്ടിട്ട് ദൗർബല്യമാണെന്ന് ലീഗുകാർ ധരിക്കണ്ട. ഞങ്ങൾ നിൽക്കേണ്ട പോലെ നിന്നു കഴിഞ്ഞാൽ ലീഗുകാര കുറച്ച് നീ ബുദ്ധിമുട്ടും, അത് മനസ്സിലാക്കും. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറുക, അത് നിനക്ക് നല്ലത്. വേണ്ടാത്ത പണിക്ക് പുറപ്പെടരുത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാനൂർ പാറാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു. പൂട്ടിയിട്ട് ഓഫീസ് വൈകിട്ട് തുറന്നപ്പോഴാണ് തീയിട്ട വിവരം അറിയുന്നത്. പോസ്റ്ററുകളും കൊടിതോരണങ്ങളും കത്തി നശിച്ചു. വൈകിട്ട് CPM രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. യോഗസ്ഥലത്തേക്ക് കൊടിയെടുക്കാൻ ഓഫീസ് തുറന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായും ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു.
സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് CPM ആരോപിച്ചു. അടച്ചിട്ട ഓഫീസിന്റെ എയർഹോളിലൂടെ പെട്രോൾ ഒഴിച്ച് തീയിട്ടതാകാമെന്നാണ് CPM പറയുന്നത്. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF കോലിബി സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയില്ല വിജയത്തിന്റെ ഹുങ്കിൽ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഗുണ്ടാ സംഘം പാറാടും പരിസരത്തും തുടർച്ചയായി പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അക്രമ പരമ്പരകൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. അവരുടെ വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇവിടെ പാറാടുള്ള സ്തൂപം തകർക്കുന്നൊരു നിലയുണ്ടായി. അതിനു മുമ്പേ 13-ാം തീയതി നമ്മുടെ LDFന്റെ വിജയാഹ്ലാദ പ്രകടനത്തെ കല്ലും അതേപോലെ തന്നെ കുപ്പിയുമെല്ലാം എറിഞ്ഞുകൊണ്ട് കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ലീഗിന്റെ ഗുണ്ടാ മാഫിയ സംഘം രാത്രിയുടെ മറവിൽ പാറാടുള്ള ടൗൺ ബ്രാഞ്ച് ഓഫീസ് തീയിട്ട് കത്തി നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്ത് വരുന്നത്. LDFന്റെ പ്രവർത്തകരുടെ ആത്മസംയമനത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ് ലീഗിന്റെ ഗുണ്ടാ മാഫിയ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം LDFന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഇതിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പവൻ വില 1 ലക്ഷം രൂപ എന്ന നിർണായക മാന്ത്രിക സംഖ്യ പിന്നിട്ടു. ഇനി സ്വർണത്തിൽ ലക്ഷത്തിന്റെ കണക്കുകളുടെ കാലം. ഈ വർഷം ജനുവരിയിൽ 57,000 രൂപ നിരക്കിൽ മാത്രമായിരുന്ന വിലയാണ് ഏറെക്കുറെ ഒറ്റ വർഷം കൊണ്ട് ഇരട്ടിച്ച് ലക്ഷം കടന്നത്. സ്വർണത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ മുന്നേറ്റമുണ്ടായ കാലം വേറെയില്ല. ആഭരണപ്രിയരും സാധാരണക്കാരും സ്വർണ്ണാഭരണം വാങ്ങാൻ പ്രതിസന്ധി നേരിടും. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസും ചേരുമ്പോഴുള്ള വാങ്ങൽ ചെലവ് പലർക്കും താങ്ങാനാവില്ല. അതേസമയം സ്വർണത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഗോൾഡ് ETF-ലും മറ്റും നിക്ഷേപം നടത്തിയവർക്കും സ്വർണ്ണാഭരണത്തിന് പകരം നിക്ഷേപമെന്ന നിലയിൽ കോയിനുകളും ബാറുകളും വാങ്ങിവെച്ചവർക്കും ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടത്തിന്റെ കാലം കൂടിയാണ്. കേരളത്തിൽ ഇന്ന് 1,760 രൂപ ഉയർന്നാണ് പവൻ വില 1,01,600 രൂപയിലെത്തിയത്. ഗ്രാം വില 220 വർദ്ധിച്ച് 12,700 ആയി. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും പാറാട് ടൗണിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും പാറാട് ടൗണിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ആ രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം അക്രമ പ്രവർത്തനം നടത്തുക. ഇതിന് കൂടെ ചില മാധ്യമങ്ങൾ സഹായിക്കാറുണ്ട്. ഞങ്ങളെ നേരെ ആക്രമിക്കുക, ആക്രമിച്ച തുടക്കമുള്ള സംഭവത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക. അതിന്റെ ഭാഗമായി ചില പ്രകോപനങ്ങൾ ഉണ്ടായിട്ടാണ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടുകാരോട്. പ്രകോപനമുണ്ടാക്കുക എന്നുള്ളതാണ് ലീഗിന്റെ ലക്ഷ്യം. പ്രകോപനമുണ്ടാക്കലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. അതുതന്നെയാണ് SDP-യുടെ ലക്ഷ്യം. എന്നിട്ട് പറയണം CPIM അക്രമം നടത്തുന്നേ. അത് ഏറ്റുപിടിക്കാൻ വേണ്ടി കേരളത്തിൽ കുറെ മാധ്യമങ്ങളുണ്ടല്ലോ. അങ്ങനെ അക്രമം ഉറവിളി കൂട്ടണം. എന്നിട്ട് CPM-നെതിരായി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വികാരമുണ്ടാക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, എത്രമാത്രം പ്രകോപനമുണ്ടായാലും ഭൂമിയോളം ക്ഷമിക്കണം. കരുവാങ്കണ്ടി ബാലൻ അധ്യക്ഷനായി. KP മോഹനൻ MLA, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, K മുകുന്ദൻ, രവീന്ദ്രൻ കുന്നത്ത് എന്നിവർ സംസാരിച്ചു. രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസാനത്താണ് BJP നിങ്ങളുടെ തലയിലടിക്കും. അത് യാതൊരു സംശയവുമില്ല. അത് തീർച്ചയാണ്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യ ജനാധിപത്യ മുന്നണിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അത് നമ്മളിവിടെ കണ്ടു, തിരുവനന്തപുരത്ത് കണ്ടു, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ തന്നെ അവരുടെ നേട്ടത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. ഇപ്പൊ നമ്മൾ കണ്ടില്ല, ഞാൻ പേടിയെ കുറിച്ച് പറഞ്ഞില്ലേ, നമ്മൾ അവസാനമായിട്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം കാലത്ത് 9 മണി മുതൽ 12 മണി വരെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ മാർച്ച് നടത്തി. എന്തിനാണ് നടത്തിയത്? തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഇവിടുത്തെ സാധാരണ നമ്മുടെ പാവപ്പെട്ട സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രജീഷ് പന്നത്ത് സ്വാഗതം പറഞ്ഞു. പാനൂർ എന്നാൽ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ നാടെന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം.
എന്നാൽ നിരവധി പ്രതിഭാധനരായ എഴുത്തുകാരുടെ നാടാണ് പാനൂർ. പാനൂരിനെ കുറിച്ചുള്ള ആ അഭിപ്രായം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ ദിവസം പാനൂരിൽ നടന്നു. സംഘർഷങ്ങളുടെയും ഭീതിയുടെയും കരിനിഴൽ വീണ്ടും പാനൂർ മേഖലയിൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായാണ് എഴുത്തുകാർ ഒത്തുചേർന്നത്. പ്രശസ്ത നോവലിസ്റ്റും പ്രവാസിയുമായ പ്രേമൻ ഇല്ലത്തിന്റെ മൊകേരിയിലെ വീട്ടുമുറ്റത്താണ് സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒത്തുചേർന്നത്. ഭീതിതമായ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ചെറിയ സംഘർഷങ്ങൾ പോലും മുളപൊട്ടുന്ന വർത്തമാനകാലത്ത് അശാന്തിക്കെതിരെ സംയമനവും സമാധാനവും ചർച്ച ചെയ്യാനാണ് വീട്ടുമുറ്റ സാഹിത്യ സദസ്സ് സംഘടിപ്പിച്ചത്. ഒരു കൂട്ടായ്മ ഏറ്റവും ഒരു കാലത്തിൻ്റെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും പാനൂരിനെക്കുറിച്ച്, പാനൂർ മേഖലയെക്കുറിച്ച് പുറത്തുള്ളവർക്ക് വളരെ നെഗറ്റീവായ അഭിപ്രായങ്ങൾ മാത്രമേ ഉയർന്നു വരാറുള്ളൂ. പക്ഷേ പാനൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എഴുത്തുകാർ, ഏറ്റവും സർഗധനരായ, ഏറ്റവും ക്രിയേറ്റീവായ ഒരുപാട് എഴുത്തുകാരുടെ ഒരു ഇടമാണ് യഥാർത്ഥത്തിൽ പാനൂർ. ഈ പാനൂർ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇത്രമാത്രം സർഗധനരായ എഴുത്തുകാർ ഡോക്ടർ KV ശശിധരൻ, അതുപോലെ ഡോക്ടർ TK അനിൽകുമാർ, പിന്നെ എട്ടുവീട്ടിൽ അനിൽ, പിന്നെ ജയപ്രകാശ് പാനൂർ തുടങ്ങിയ ഒരുപാട് എഴുത്തുകാർ, വളരെ സർഗധനരായ എഴുത്തുകാരിവിടെയുണ്ട്. ഇവരുടെ ഒന്നും പുസ്തകങ്ങൾ പരസ്പരം വായിക്കപ്പെടുകയോ അല്ലെങ്കിൽ പരസ്പരം അറിയുകയോ ചെയ്യാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു വേദി ഉണ്ടായാൽ കുറേ കൂടിയൊക്കെ പുസ്തകങ്ങളൊക്കെ ഇപ്പോൾ ഏറ്റവും പുതിയ കാലത്ത് എന്ന് വെച്ചാൽ നമ്മൾ പുസ്തകം മാധ്യമങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം, എന്നാലേ നമുക്ക് പുസ്തകങ്ങളൊക്കെ വായനക്കാരിലെത്തുള്ളൂ. വാക്കുകളിലൂടെയും വരികളിലൂടെയും സ്നേഹത്തിന്റെ സന്ദേശം പടർത്തണമെന്ന് സംവാദം ആഹ്വാനം ചെയ്തു. സാംസ്കാരിക രംഗത്തെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുസ്തകക്കൂട്ട് എന്ന പുതിയ വേദിക്ക് ചടങ്ങിൽ രൂപം നൽകി. ഡോക്ടർ KV ശശിധരൻ, ഡോക്ടർ TK അനിൽകുമാർ, ജയപ്രകാശ് പാനൂർ, അനിരുദ്ധൻ എട്ടുവീട്ടിൽ, ദിനേശൻ മൊകേരി, അഷ്റഫ് ചമ്പാട്, VK ബിജി, വിനൂപ ബാബു, NK ജയപ്രസാദ് മാസ്റ്റർ, മുസ്തഫ കമാൽ, മനോഹരൻ കൂരാറ തുടങ്ങിയവർ സംസാരിച്ചു. മലയാള സിനിമയിലെ പ്രിയ നടൻ പാട്യം ശ്രീനിയുടെ വിയോഗത്തിൽ ചടങ്ങ് അനുശോചനം രേഖപ്പെടുത്തി. ക്രിസ്മസും പുതുവർഷവും സമാധാനത്തോടെ ആഘോഷിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ എഴുത്തുകാരും വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരും തങ്ങളുടേതായ കടമകൾ നിർവഹിക്കണമെന്ന് സംഗമം ഓർമ്മിപ്പിച്ചു. സ്നേഹത്തിന്റെയും സ്വാന്തനത്തിന്റെയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്രയായി സദസ്സ് മാറി. നമ്മുടെ പാനൂർ മേഖലയിൽ നിരവധി കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മഹത് വ്യക്തികളൊക്കെ പരസ്പരം കൂടിച്ചേരുന്നതിനോ സ്നേഹം പങ്കുവെക്കുന്നതിനുള്ള ഒരു വേദി നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുഃഖസത്യം. ഇവിടെ മൊകേരിയിലും പാനൂരിലൊക്കെ കേരളത്തിലാകമാനം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് പ്രേമൻ ഇല്ലത്ത്, ഒരു പ്രവാസി എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ നഗരത്തിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നു. അത് ഒരു ഫിലിമാകാൻ വേണ്ടി തന്നെ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ്, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടി മാനിച്ചാണ് നമുക്ക് ഈ പാനൂർ മേഖലയിലെ മുഴുവൻ എഴുത്തുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ആ കൂട്ടായ്മ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ സാഹിത്യ കലാരംഗത്ത് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ടേബിൾ ടോക്ക് അല്ലെങ്കിൽ ഒരു കുടുംബ സദസ്സ് നമ്മൾ വിളിച്ചു ചേർക്കുന്നത്, സാഹിത്യ സദസ്സ് വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കൂട്ടായ്മ കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഇതിലുള്ള കലാകാരന്മാർക്കോ എഴുത്തുകാർക്കോ അതുമല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്കോ പരസ്പരം അറിയുവാനും അവരുടെ അറിവിൻ്റെ അല്ലെങ്കിൽ ഭാവനയുടെ ആഴങ്ങളും അതിൻ്റെ തലങ്ങളുമൊക്കെ വികസിപ്പിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന ഒരു തരത്തിലേക്ക് ഇതിനെ മാറ്റിത്തീർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സാമൂഹ്യപരമായ ഉദ്ദേശ്യം എന്ന് പറയുന്നത്. കണ്ണൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന ഈ ചലാൻ അദാലത്ത് ബുധനാഴ്ച തലശ്ശേരി സബ് RTO ഓഫീസ് ഹാളിൽ നടക്കും. രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനങ്ങൾക്ക് വാഹന സംബന്ധമായ പിഴത്തുകകൾ അടക്കാൻ സാധിക്കുമെന്ന് തലശ്ശേരി ജോയിന്റ് RTO ഇൻചാർജ് PT പത്മലാൽ അറിയിച്ചു. കണ്ണൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് ഈ ചലാൻ അദാലത്ത് നടത്തുന്നത്. ഈ വരുന്ന 24-ാം തീയതി 24/12/2025 ബുധനാഴ്ച
മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായി ഈ ചലാൻ അദാലത്ത് തലശ്ശേരി സബ് RTO ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ്. ഏതെങ്കിലും ഈ ചലാൻ അടക്കാൻ പറ്റാതെ കോടതിയിലേക്കും മറ്റോ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ സമയത്ത് അത് അടച്ചു തീർക്കാവുന്നതാണ്. അദാലത്തിൽ പങ്കെടുക്കുന്നവർക്ക് അതിൽ എന്തെങ്കിലും ഇളവുകളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 24/12/25 ബുധനാഴ്ചയാണ് തലശ്ശേരി സബ് RTO ഓഫീസിൽ വെച്ചിട്ടാണ് ഈ ചലാൻ അദാലത്ത് നടക്കുന്നത്. പല കാരണങ്ങളാൽ ചലാനുകൾ അടയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ, RC ബുക്കിൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തവർ, RC ഉടമ വിദേശത്തായതിനാൽ ചലാൻ അടക്കുമ്പോൾ OTP ലഭിക്കാത്തതിനാൽ അടക്കാൻ പറ്റാത്തവർ എന്നിവർക്ക് തലശ്ശേരി ചുങ്കത്തെ RTO ഓഫീസിൽ നടക്കുന്ന ഈ ചലാൻ അദാലത്തിൽ പങ്കെടുക്കാമെന്ന് ജോയിന്റ് RTO ഇൻചാർജ് PT പത്മലാൽ അറിയിച്ചു. വാഹന ഉടമകൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ പിഴ തുക ഉള്ളത് അറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. അത് എന്തെങ്കിലും ഒരു സർവീസ്, ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സർവീസിന് വേണ്ടി, ഇപ്പോൾ പുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PUCCക്ക് വേണ്ടി പോലും മൊബൈൽ നമ്പർ അപ്ഡേഷൻ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചലാനുകളൊക്കെ അവരറിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള സർവീസുകളൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അവരുടെ വാഹനത്തിന് എന്തെങ്കിലും ചലാനുണ്ടോ എന്ന് അന്വേഷിച്ച് അത് തീർപ്പ് കൽപ്പിച്ച് അതിനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ ബ്ലാക്ക് ലിസ്റ്റ് റിമൂവ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഓരോ RC ഓണർക്കും. അതുകൊണ്ട് തന്നെ 24-ന്റെ ഈ സംരംഭം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, എല്ലാ ജനങ്ങളിലേക്കും ഇതിനുള്ള വാർത്തകൾ എത്തിക്കുക. MVDയുടെയും പോലീസിന്റെയും ചലാൻ അടക്കാൻ വിവിധ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട ബുദ്ധിമുട്ടോർത്ത് പിഴ അടക്കാൻ പറ്റാത്തവർക്കും ഈ അദാലത്ത് പ്രയോജനപ്പെടുത്താം. കണ്ണൂർ സിറ്റി പോലീസും മോട്ടോർ വാഹന വകുപ്പും ഒരുമിച്ച് നടത്തുന്ന ഈ അദാലത്തിൽ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കൗണ്ടറുകൾ രാവിലെ 10:30 മുതൽ വൈകിട്ട് 4 മണി വരെ പ്രവർത്തിക്കും. ചലാൻ അടക്കാൻ വരുന്നവർക്ക് ATM, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് വഴിയോ GPay പോലെയുള്ള UPI ആപ്പ് വഴിയോ മാത്രമാണ് പിഴ അടയ്ക്കാൻ സാധിക്കുക. പിഴത്തുക അടക്കാൻ എത്തുന്നവർക്ക് അദാലത്തിൽ ഇളവ് നൽകുമെന്നും വാഹന ഉടമകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും പത്മലാൽ പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭയിലെ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തുറന്ന പുസ്തകം പോലെ യാഥാർത്ഥ്യമായി നിൽക്കുന്നു. LDFന്റെ വികസന കാഴ്ചപ്പാടും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFന്റെയും BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെയും വികസന കാഴ്ചപ്പാടുകൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. ഇത് പലർക്കും തിരിച്ചറിയാനാവുന്നില്ല. കൂത്തുപറമ്പ് നഗരസഭയിലെ ഭൂരിപക്ഷം വോട്ടർമാർ അത് തിരിച്ചറിഞ്ഞു, LDFനെ വിജയിപ്പിച്ചു. ചിലയിടത്ത് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. LDFന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാജയം ഉണ്ടായിട്ടുണ്ട്. പരാജയപ്പെട്ടു എന്നതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ തെറ്റാണെന്ന് വരുമോ? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. KV രജീഷ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ K. ധനഞ്ജയൻ, M. സുകുമാരൻ, M. വിനോദൻ, മുസ്തഫ ഹാജി, ശിവപ്രസാദ്, ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. LDFലെ 24 ജനപ്രതിനിധികളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പാലത്തിൻകരയിൽ നിന്നും ആനയിച്ചുകൊണ്ടാണ് സ്വീകരണ കേന്ദ്രമായ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് എത്തിയത്. പുതുച്ചേരി ടൂറിസം വകുപ്പും മാഹി ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവത്സരാഘോഷ പരിപാടി മാഹി റിവേറി സോണിക് ഫെസ്റ്റ് ഡിസംബർ 26 മുതൽ 31 വരെ മാഹി ബീച്ചിൽ നടക്കും. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലാണ് പരിപാടി നടക്കുകയെന്ന് മാഹി MLA രമേശ് പറമ്പത്തും റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാറും മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വരുന്ന 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ മാഹി റിവേറി എന്ന പേരിൽ മാഹി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും
അഡ്മിനിസ്ട്രേഷൻ്റെയും നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള പരിപാടികളുടെ അരങ്ങേറുകയാണ്. ബഹുമാന്യനായ പുതുശ്ശേരി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന വെർച്വൽ കോൺഫറൻസിൽ ബഹുമാനപ്പെട്ട പുതുശ്ശേരി ഗവർണർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വേദിയിൽ ബഹുമാന്യനായ കൃഷിമന്ത്രി KD ജയകുമാറും ഡെപ്യൂട്ടി സ്പീക്കറും അതേപോലെ തന്നെ മറ്റ് വിശിഷ്ടാതിഥികളും വേദിയിലുണ്ടാവും. 26-ന് ആരംഭിക്കുന്ന ഈ ടൂറിസം മാഹി റിവേറി ഫെസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 31-ാം തീയതി ആൻഡ്രിയയുടെ വലിയ പരിപാടികളോടുകൂടി ഇത് അവസാനിക്കുകയാണ്. പുതുച്ചേരി വിനോദസഞ്ചാര വകുപ്പും മാഹി ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുതുവർഷരാഘോഷ പരിപാടിയായ മാഹി റിവേറി സോണിക് ഫെസ്റ്റ് 2026 ഡിസംബർ 26 മുതൽ 31 വരെ മാഹി ബീച്ചിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടക്കും. ഡിസംബർ 26-ന് വൈകിട്ട് വിദ്യാർത്ഥികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, കലാസാംസ്കാരിക സംഘടനകൾ എന്നിവ അണിനിരക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും. വൈകിട്ട് മാഹി ഗവൺമെൻറ് ഹൗസിൽ നിന്നും ആരംഭിച്ച് മാഹി നഗരപ്രദക്ഷിണത്തിന് ശേഷം മാഹി ബീച്ചിൽ ഘോഷയാത്ര സമാപിക്കും. തുടർന്ന് ടൂറിസം ആഘോഷ പരിപാടികൾ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസ്നാഥൻ വെർച്വൽ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി N. രംഗസ്വാമി വെർച്വലായി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഡിപ്പാർട്ട്മെന്റ്, ഇൻഫർമേഷൻ പബ്ലിസിറ്റി, മാഹി മുനിസിപ്പാലിറ്റി ആൻഡ് മാഹി അഡ്മിനിസ്ട്രേഷൻ, all of them coming together and organizing the Mahi Rivery Fest 2026, which is a week-long celebrations to promote our art, culture and to welcome the new year. So various events has been planned and are to be conducted. So on the first day, the 26/12/2025, we will start with procession like it's conducted in various other places. The procession with local artists will be flagged off by Honorable Minister, Honorable MLA and everyone. So this is expected to be a 2-hour procession. The route of the procession will be published very soon. നിയമസഭാ സ്പീക്കർ R. ശെൽവം, ടൂറിസം വകുപ്പ് മന്ത്രി ലക്ഷ്മി നാരായണൻ, കൃഷി വകുപ്പ് മന്ത്രി തേനി C. ജയകുമാർ, ഡെപ്യൂട്ടി സ്പീക്കർ P. രാജവേലു എന്നിവരും സംബന്ധിക്കും. 26-ന് സുപ്രസിദ്ധ പിന്നണി ഗായകൻ ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രമുഖ ഗായകർ അണിനിരക്കുന്ന ലിഗ് ബാൻഡ് മാഹി ബീച്ചിൽ അരങ്ങേറും. അതോടൊപ്പം വർണ്ണ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലേസർ ഷോയും നടക്കും. ഡിസംബർ 27-ന് വൈകിട്ട് യുവാക്കളുടെ ഹരമായ തൈക്കുടം ബ്രിഡ്ജ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ്. ഡിസംബർ 28-ന് വൈകിട്ട് നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന കാർണിവൽ. ഡിസംബർ 31-ന് പുതുവർഷ ആഘോഷ രാവിൽ സുപ്രസിദ്ധ സിനിമാ നടിയും ഗായികയുമായ ആൻഡ്രിയ ജെർമിയ നേതൃത്വം കൊടുക്കുന്ന സംഗീത രാവ് നടക്കും. 100-ലധികം കലാകാരന്മാർ അണിനിരക്കും. സംഗീത രാവുകൾക്ക് വർണ്ണവിസ്മയങ്ങൾ ചാർത്താൻ ലേസർ ഷോ, സ്കൈ ഡ്രോൺ ഷോ, ഫയർ വർക്കുകൾ എന്നിവയും ഉണ്ടാകും. മേലൂട്ട് ശ്രീ മുത്തപ്പൻ വടപുര ആണ്ട് തിരുവപ്പന മഹോത്സവം 26, 27, 28 തീയതികളിൽ നടക്കും. 25-ന് തന്ത്രി പാണ്ഡുരംഗൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടത്തുന്ന ഗണപതി ഹോമത്തോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ തലശ്ശേരി മേലൂട്ട് മുത്തപ്പൻ വടപുര മഹോത്സവം ഇപ്രാവശ്യം 3 ദിവസം പ്രത്യേകമായിട്ട് ആചരിക്കുന്നത്. സാധാരണ 2 ദിവസം ഉണ്ടാകുക. ഇപ്രാവശ്യം 26, 27, 28 തീയതി. 26-ാം തീയതി സാംസ്കാരിക സമ്മേളനം നമ്മുടെ ടൗൺ ബാങ്ക് കൊടുത്തുള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ട് അവിടെ തന്നെ ഗാനമേള, മറ്റു പരിപാടികളുണ്ട്. ബാക്കി എല്ലാ പ്രാവശ്യമുള്ള 27, 28 തീയതികളിലാണ് നടക്കുക. 25-ന് തന്ത്രി പാണ്ഡുരംഗൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടത്തുന്ന ഗണപതി ഹോമത്തോടെ ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കും. 26-ന് രാവിലെ വടക്കിനി ഭാഗം ദേവി പൂജ, വൈകിട്ട് ഗുരുപൂജ, തുടർന്ന് സാംസ്കാരിക സദസ്സിൽ മുത്തപ്പ ചരിതം എന്ന വിഷയത്തിൽ മേലൂരിലെ ഗിരീഷ് പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തും. 27-ന് കലശം തേടിപ്പോക്ക്, നൃത്യങ്ങൾ. 28-ന് പുലർച്ചെ 1 മണി മുതൽ ഭഗവതി തിറ, കലശം വരവ്, തിരുവപ്പനയുടെ വെള്ളക്കെട്ടൽ. പുലർച്ചെ 5:30-ന് തിരുവപ്പനയും കെട്ടിയാടും. 26-ാം തീയതി രാവിലെ 9 മണിക്ക് മുഴപ്പിലങ്ങാട് കൂർമ്മവതി ക്ഷേത്രത്തിലെ പുരുഷോത്തമനായത്താറിന്റെ മുഖ്യ കാർമ്മ്യത്തിൽ വടക്കിനി ഭാഗ ദേവി പൂജ നടക്കുന്നതാണ്. അന്ന് വൈകുന്നേരം 26-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ജഗന്നാഥ ക്ഷേത്രം തന്ത്രി വിനിശാന്തിയുടെ മുഖ്യ കാർമ്മ്യത്തിൽ
ഗുരുപൂജ നടക്കുകയാണ്. അന്ന് തന്നെ വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക സദസ്സ് ടൗൺ ബാങ്കിന് മുമ്പിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ കലാപരിപാടി പാഷായണൻ സാജു നവോയിലെ കൊച്ചിൻ ടീമിന്റെ ചുമ്മാന്നിലെ കൊച്ചിൻ ടീമിന്റെ ആഭിമുഖ്യത്തിൽ ഒരു മെഗാ ഷോ 4 മണിക്കൂറോളം പിന്നിട്ട് ഒരുങ്ങുന്ന മെഗാ ഷോ നടക്കുകയുണ്ട്. ഡിസംബർ 27-ാം തീയതി രാവിലെ മേലൂട്ട് തറവാട്ടിൽ 12 മണിക്ക് മേലൂട്ട് തറവാട്ട് പൂജാകർമ്മത്തോടുകൂടി ഉത്സവം ആരംഭിക്കുകയാണ്. ഉച്ചക്ക് 11 മണിക്ക് ദൈവത്തെ മലയിറക്കൽ, ഉച്ചക്ക് അന്നദാനം, അതുകൂടാണ്ട് വൈകുന്നേരം 4 മണിക്ക് കുളികൽ കലശം, 4:30 മുത്തപ്പൻ വെള്ളാട്ടം, 5 മണിക്ക് ഭഗവതി വെള്ളാട്ടം, 9 മണിക്ക് കളികപ്പാട്ട്. 27-ാം തീയതി 27-ന് നമ്മൾ 27-ാം തീയതി 9:30 ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ വെച്ചിട്ട് കുട്ടികളുടെ അരങ്ങേറ്റം, നൃത്തനൃത്യങ്ങളുടെ അരങ്ങേറ്റം, 10 മണിക്ക് കലശം തേടി പോകും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഭഗവതി തിറ, മുത്തപ്പന്റെ പള്ളിവേട്ട, 12 മുതൽ 4 വരെ പ്രസാദ ഊട്ട്, രാത്രി 10-ന് തിരുമുടി അഴിക്കൽ ചടങ്ങും നടത്തും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലൻ, സെക്രട്ടറി K ലിജിൻ, PP അജിത് കുമാർ, അനൂപ് മാധവൻ, PP ദിവാനന്ദൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. തിരികെ വാർത്തകളിലേക്ക്. തലശ്ശേരി നഗരസഭയിൽ ചരിത്ര നേട്ടം നേടി മുസ്ലിം ലീഗ്. 17 പേർ മത്സരിച്ചതിൽ 10 പേർ കൗൺസിലർമാരായി. ഇവരെ ആനയിച്ചുകൊണ്ട് വിജയാഹ്ലാദ റാലി സംഘടിപ്പിച്ചു.
ലീഗ് പ്രവർത്തകരുടെ വിജയാഹ്ലാദ പ്രകടനത്തിൽ സ്കേറ്റിംഗ്, കളരിപ്പയറ്റ്, DJ എന്നിവ നടന്നു. തലശ്ശേരി ഗാർഡൻസ് റോഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ലത്തീഫ്, KC അഹമ്മദ്, N മഹമ്മൂദ്, CKP മമ്മു, N മൂസ, സാഹിർ പാലക്കൽ, ആര്യ ഹുസൈൻ, അഹമ്മദ് അൻവർ ചെറുവക്കര, മുനവർ അഹമ്മദ്, V ജലീൽ, ബഷീർ ചെറിയാണ്ടി, TK ജമാൽ, KC ഷബീർ, മെഹറൂഫ് ആലഞ്ചേരി, P നൌഷാദ്, തസ്ലിം ചേറ്റംകുന്ന്, റഷീദ് തലായ്, തഫ്ലിം മാണിയാട്ട്, ഷഹബാസ് കായത്ത് എന്നിവർ നേതൃത്വം നൽകി. റൺസ്ഫെഡ് 5ാമത് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ കൂത്തുപറമ്പ് രാജാസ് മിനി ഹാളിൽ നടന്നു. കൂത്തുപറമ്പ് SI TM വിപിൻ ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് രാജാസ് മിനി ഹാളിൽ നടന്ന സമ്മേളനം കൂത്തുപറമ്പ് SI TM വിപിൻ ഉദ്ഘാടനം ചെയ്തു. നടക്കുന്ന നിർമ്മാണ മേഖലയിലുള്ള മാറ്റങ്ങളാണ്. ഇപ്പോൾ കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കൂടുതൽ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടിട്ട് വേണം അത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ. പ്രത്യേകിച്ച് പുതിയ ബിൽഡിംഗ് ചട്ടങ്ങളും റോഡുകളും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ പുതിയ മേഖലയിലുള്ള പുതിയ ടെക്നോളജികളും സാങ്കേതിക വിദ്യകളും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രകൃതി സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം നമ്മൾ ഈ മേഖലയിലുള്ള ആളുകൾ നടത്തേണ്ടത്. പ്രത്യേകിച്ച് ഈ കസ്റ്റമർക്കോ പാർട്ടിക്കോ ഈ ബിൽഡിംഗ് ചട്ടങ്ങളെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വലിയ ധാരണയൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മളൊരു പ്ലാൻ വരച്ചു കൊടുത്തു. അപ്പോൾ അതിലെന്തെങ്കിലും നിയമപരമായ ചെറിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ പാർട്ടി അതിനുവേണ്ടി അത് റെഡിയാക്കുന്നതിന് വേണ്ടി ഓഫീസിൽ കയറി ഇറങ്ങി നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു സർവീസ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ ഈ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള സർവീസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ഈ മേഖലയിലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ടെക്നോളജി പരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളാണെങ്കിലും ഈ കാണുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളേക്കാൾ കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ബെറ്റർ സർവീസ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കാൻ സാധിക്കൂ. ജില്ലാ പ്രസിഡന്റ് P ദീപക് കുമാർ അധ്യക്ഷത വഹിച്ചു. LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഫീർ S കരിക്കോട് മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് സജി കുര്യാക്കോസ്, സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ സലാം, സംസ്ഥാന ട്രഷറർ പ്രഭു ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി PV അനീസ്, TV ഗിരീഷ് ബാബു, KK സുധീഷ്, AK ശ്രീഹരി തുടങ്ങിയവർ സംസാരിച്ചു. സംഘടനാ സെക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് സജി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പ്രഭു ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. PV അനീസ് പ്രവർത്തന റിപ്പോർട്ടും AK ശ്രീഹരി വരവ് ചെലവ് കണക്കും, A അബ്ദുൽ സലാം സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അഭിനവ്, M ഷഫീഖ്, CA നിയാസ്, CP സതീഷ് കുമാർ, CP സാജിദ്, ഹരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാങ്ങാട്ടിടം UP സ്കൂളിൽ സുരക്ഷാ മാർഗിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സബിൻ ക്ലാസ് നയിച്ചു. മാങ്ങാട്ടിടം UP സ്കൂളിലാണ് സുരക്ഷാ മാർഗിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കണ്ണൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K സബിൻ ക്ലാസ് നയിച്ചു. ഇടിയുടെ 35% ഇടിക്കാൻ ചാൻസ് എവിടെയാണ്? ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് ഇടിച്ചാൽ വേറെ കുഴപ്പമില്ല. അധികം മാരകമാകാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഭാഗത്തിൽ അടക്കാൻ പറ്റുന്ന എല്ലേതാണ് ഈ താടിയല്ലാണ്. അപ്പോൾ കുറേ ഇടിയുടെ കുറേ ആകാതെ എന്ത് ചെയ്യും? താടിയൽ താടിയൽ കൊണ്ടും പിന്നെ പല്ലുണ്ട്, അത് കൊഴിയും. അപ്പോൾ കുറേ ആകാതെ എന്ത് ചെയ്യും? ഇവിടെ തന്നെ കുറഞ്ഞു പോകും. പിന്നെ മൂക്കിൻ്റെ ആണെങ്കിൽ ഈ കാർട്ടിലേജ് വിഷാണ് ഇതൊന്നും ഇടത്തേക്ക് എത്തൂല. ഇവിടത്തേക്ക് അതിനേക്കാളും വലിയ ആകാരമാണെങ്കിൽ ഉള്ളിലുള്ള ആകാരം ഇവിടത്തേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് ദൂരമുണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? മരണത്തിലേക്ക് എത്തിക്കും. മാങ്ങാട്ടിടം പഞ്ചായത്ത്
പഞ്ചായത്തിൽ കൂവഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് കൃഷിഭവൻ വാർഷിക പദ്ധതി 2025-26 ഉൾപ്പെടുത്തി കൂവഗ്രാമം പോഷകസമൃദ്ധി മിഷൻ ഭാഗമായി പഞ്ചായത്തിലെ 550 കർഷകർക്ക് വിത്ത് നൽകി. കൃഷിഭവൻ വാർഷിക പദ്ധതി 2025-26 ഉൾപ്പെടുത്തിയാണ് കൂവഗ്രാമം പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പഞ്ചായത്തിലെ 550 കർഷകർക്ക് വിത്ത് നൽകിയത്. വാർഡ് അംഗം CK ഷീന ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം NK ഷാജൻ അധ്യക്ഷത വഹിച്ചു. 1,65,000 രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തനിവിളയായോ ഇടവിളയായോ കൂവ കൃഷി ചെയ്യാം. ഉൽപ്പാദിപ്പിക്കുന്ന കൂവ കർഷകർക്ക് നല്ല വില നൽകി സംഭരിക്കുകയും കൂവപ്പൊടിയായി മാങ്ങാട്ടിടം ബ്രാൻഡിൽ വിപണിയിൽ ഇറക്കുമെന്നും കൃഷി ഓഫീസർ K അഖില പറഞ്ഞു. കൃഷി അസിസ്റ്റന്റുമാരായ K വിജേഷ്, R സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ മാങ്ങാട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായി കൃഷി വകുപ്പ് വിവിധ തരം കൃഷി ഉൽപ്പന്നങ്ങൾ ഇപ്രാവശ്യം നമ്മൾ കൂവഗ്രാമം, അതുപോലെ തേൻഗ്രാമം, മഞ്ഞൾ ഗ്രാമം, അങ്ങനെ വിവിധ ഒരുപാട് എന്നാൽ തീരാതെ അത്ര കൃഷി വിത്തുകളും പച്ചക്കറി ആണെങ്കിലും അതുപോലെ മുട്ടപ്പാവൽ എന്നുള്ള നിലയിൽ കൃഷി വിതരണം. പ്രമുഖ വാഹന വിതരണ കമ്പനിയായ കൂറ്റൂക്കാരൻ ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് SCMS കോളേജിന്റെ സഹകരണത്തോടെ നടത്തുന്ന സുരക്ഷിത് മാർഗ് ക്യാമ്പയിൻ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പാനൂർ കൺട്രോൾ റൂം SI K സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ വാഹന വിതരണ കമ്പനിയായ കുറ്റൂക്കാരൻ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് SCMS കോളേജുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. പാനൂർ കൺട്രോൾ റൂം SI K സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന ആളുകളൊന്നും അല്ലല്ലോ, പിന്നെ നമ്മളോട് പറഞ്ഞിരുന്ന അങ്ങനെയുള്ള ആളുകളോടല്ലേ പറയേണ്ടത്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഈ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കാൽനട യാത്രക്കാരെ വാഹനം ഇടിച്ചുള്ള അപകടങ്ങളാണ്. നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന കാൽനട യാത്രക്കാരല്ലേ? അല്ലേ? അല്ലടോ, എന്താ സൗണ്ടൊന്നും ഇല്ലാത്തത്? യെസ്, നിങ്ങൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം വീട്ടിലുണ്ടാവുമ്പോൾ ആ വീടോട് ഒരു അച്ചടക്കമുള്ള ഒരു വീടായി മാറണമെന്നുണ്ടെങ്കിൽ, അച്ചടക്കമുള്ള ഒരു കുടുംബമായി മാറണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് നിയമങ്ങളുണ്ട്. അവിടെ ലിഖിതങ്ങളായിട്ടുള്ള നിയമങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ, അലിഖിതങ്ങളായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. എവിടെയും അത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ വീട്ടിൽ അച്ഛനോ അമ്മയോ പറയുന്നത് മക്കളൊക്കെ അനുസരിക്കണം, അച്ഛൻ പറയുന്നത് പോലെ ചെയ്യണം, കുരുത്തക്കേടൊന്നും കളിക്കാൻ പാടില്ല, ഇത്ര മണിക്കുള്ളിൽ വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മക്കളെല്ലാം അംഗീകരിക്കണം. അപ്പോൾ അതുപോലുള്ള ഒരു നിയമ സംഹിതയുടെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് അവിടെ അച്ചടക്കമുള്ള ആളുകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ റോഡിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോരുത്തർ നടന്നു പോകുമ്പോഴും വാഹനം ഓടിച്ചു പോകുമ്പോഴും നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ പേരാണ് റോഡ് സുരക്ഷാ നിയമങ്ങൾ എന്ന് പറയുന്നത്. സ്കൂൾ പ്രധാനാധ്യാപിക N സ്മിത അധ്യക്ഷത വഹിച്ചു. കുടുംബം എന്ന് പറയുന്ന വളരെ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ആ ഒരു സങ്കല്പമാണ് സമൂഹത്തിനെ വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അച്ഛൻ, അമ്മ, മക്കള്, സഹോദരങ്ങള്, ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവാം. വളരെ മനോഹരമായ ഒരു ചുറ്റുപാട് നമ്മുടെ വീടുകളിൽ നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയുന്നത്. ആ ഒരു കുടുംബത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു അകാലത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോയാൽ ഒരു കുടുംബത്തിൻ്റെ ദുഃഖം എത്രത്തോളമാണെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കണം. NCC ഓഫീസർ T രാവിദ്, സർജന്റ് മേജർ അമുദലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. പെണ്ണിൻ മനം പോൽ
Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടന്നുവന്ന യോഗ പരിശീലനം സമാപിച്ചു. സമാപന ചടങ്ങ് മാനന്തേരി LP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CC സാഹിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടന്നുവന്ന യോഗ പരിശീലനം സമാപിച്ചു. സമാപന ചടങ്ങ് മാനന്തേരി LP സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CC സാഹിൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സങ്കടം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? സങ്കടപ്പെടുന്ന ചെയ്യുക, കുട്ടികളെ കരയും, അല്ലേ? കരയും, കണ്ണുനീര് ഒലിപ്പിച്ചിട്ട് കരയും. ഈ കണ്ണുനീര് ഒലിപ്പിക്കുമ്പോഴും അപ്പോഴും ചിലപ്പോൾ സങ്കടങ്ങൾ തീരാത്ത അവസ്ഥയുണ്ടാവും. യോഗയിലൂടെ തരുന്ന ചില ആസനങ്ങള്, യോഗ പരിശീലകൻ തരുന്ന ചില നിർദ്ദേശങ്ങള് നിങ്ങൾക്ക് അത്തരം സങ്കടങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ പ്രതികരണ ശേഷിയുള്ളവരാണ്. തൻ്റെ പ്രതികരണം എന്താണ് എന്ന് ആ കുട്ടിക്ക് പോലും അറിയാത്ത അവസ്ഥ. ആ പ്രതികരണത്തെ ഒന്ന് ഒതുക്കിക്കൊണ്ടുവന്ന് തൻ്റെ ജീവിത മാർഗത്തിലുള്ള തെളിച്ചമായിട്ട് നയിക്കാൻ യോഗക്ക് കഴിയുമെന്ന കാര്യത്തിൽ കണ്ണവം ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK അരുണ അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക CV ദീപ, യോഗ പരിശീലകൻ TK അനീഷ്, PP ഫൈസൽ, K സൂരജ്, K ധന്യ, PK രഞ്ജുഷ, M ശ്രീജിത, P വിജിഷ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ യോഗ പ്രദർശനവും അരങ്ങേറി. വടക്കുംപാട് പുലിമുക്ക് പന്ന്യോട്ട് ക്ഷേത്രം തിറമഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസ്, നവീകരിച്ച ക്ഷേത്രം എന്നിവയും ഉദ്ഘാടനം ചെയ്തു. വടക്കുംപാട് പുലിമുക്ക് പന്ന്യോട്ട് ക്ഷേത്രം തിറമഹോത്സവം 2 ദിവസങ്ങളിലായി നടന്നു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസ്, നവീകരിച്ച ക്ഷേത്രം എന്നിവയും ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഡിവിഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K സത്യൻ നിർവഹിച്ചു. കാവുകളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംസ്കാരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കാവുകൾ സൂക്ഷിക്കുന്നതിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു വിശിഷ്ടമായിട്ടുള്ള കാര്യം.
ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച്, ഈ പന്നിയോട്ട് ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ട് ഈ നാട്ടിൻ്റെ സംസ്കാരം അത് നമ്മൾ ഈ നാട്ടിനെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക്, ഇന്നത്തെ ഏറ്റവും പുരോഗമനപരമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കുന്ന നല്ല വിദ്യാസമ്പന്നരായിട്ടുള്ള സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നിവസിക്കുന്നത്. അവരുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു സങ്കല്പമായിട്ട് തന്നെ അവരാക്കി മാറ്റിയ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഈ ക്ഷേത്രം എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മോനാട്ടൻ വരുമ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് കയറിയപ്പോൾ പറഞ്ഞു, വലിയ മാറ്റങ്ങൾ യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൽ ഉണ്ടായി എന്ന്. കാരണം ഇവിടെയൊക്കെ കാട് പിടിച്ച് ആകെ എന്താ പറയുക, അത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു നിലയിൽ നിന്ന് വലിയ കുതിപ്പിലേക്ക് തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ ഈ പ്രദേശം പിന്നോട്ട് ക്ഷേത്ര കമ്മിറ്റിക്ക് ഇതിനെ വലിയ നിലയിൽ തന്നെ കുടുംബാംഗങ്ങൾക്കൊക്കെ കൂടി ഇതിനെ നവീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം സംസ്കാരപരമായിട്ട് തന്നെ നമ്മൾ സ്വയം നവീകരിക്കപ്പെടുകയാണ്. നവീകരിച്ച ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നവീകരണ കമ്മിറ്റി ചെയർമാൻ PV മോഹനൻ നിർവഹിച്ചു. എന്നെ ഏൽപ്പിച്ചപ്പോൾ 21 ലക്ഷം റുപ്യ ബജറ്റ് ഉണ്ടാക്കി നമ്മളുടെ പ്രസിഡന്റ് സുനിൽ കുമാറും സെക്രട്ടറി രമേഷും ഇതെങ്ങനെ ഉണ്ടാക്കുക എന്ന്, ഈ പൈസ പിരിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പം ദേവിയമ്മയുടെ ചെറുമകൻ ഡോക്ടർ പ്രേമചന്ദ്രനെ കണ്ടപ്പോൾ എന്നോട് എന്താ വേണ്ടതെന്നാണ് ചോദിച്ചത്. 15 ലക്ഷം റുപ്യ അവിടുന്ന് കിട്ടിയപ്പോൾ തന്നെ ആദ്യം ഒരു 10 ലക്ഷം, പിന്നെ ഒരു 5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം റുപ്യ കിട്ടിയപ്പോൾ തന്നെ ഇത് സക്സസ് ആകുമെന്നുള്ളത് മനസ്സിലും ഉണ്ടായിരുന്നു. നമ്മൾ ടാർഗറ്റ് 21 ലക്ഷം ആണെങ്കിൽ 24 ലക്ഷം റുപ്യ നമുക്ക് പിരിച്ചു കിട്ടി ഇതുവരെ. അതിൽ ഒരു എന്താ പറയുക, അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ന് വരെ ഒരു വിശ്രമവുമില്ലാതെ നമ്മുടെ പ്രസിഡന്റ് സുനിൽകുമാർ ഇതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചത്. ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി തലശ്ശേരി ഏരിയ വൈസ് പ്രസിഡന്റ് KV മോഹൻ മുഖ്യാതിഥിയായി. കുടുംബാംഗം AK സുഗുണൻ അധ്യക്ഷനായി. കോൺട്രാക്ടർ VR കൺസ്ട്രക്ഷന്റെ ഗിരീഷ്, വിശ്വകർമ്മ സുനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PP സുനിൽകുമാർ സ്വാഗതവും ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി ഒതയോത്ത് രമേശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടിച്ചാത്തൻ വെള്ളാട്ടം, ഭഗവതി വെള്ളാട്ടം, ഗുളികൻ തിറ, ഭക്തിഗാനമേള, ശാസ്തപ്പൻ തിറ, ഭഗവതി തിറ എന്നിവ കെട്ടിയാടി. 2 ദിവസങ്ങളിലായി നടന്ന തിറ മഹോത്സവം സമാപിച്ചു. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തലശ്ശേരി തീരദേശ ദേശീയപാത അളവെടുപ്പ് പ്രതിഷേധം ശക്തം. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലീഗിനെതിരെ പ്രകോപന പരാമർശവുമായി CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. ലീഗ് പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നും ഞങ്ങൾ നിൽക്കേണ്ടതുപോലെ നിന്നാൽ ലീഗുകാർക്ക് ബുദ്ധിമുട്ടാകുമെന്നും കെ രാഗേഷ്. സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പാനൂർ പാറാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ തീയിട്ടു. പോസ്റ്ററുകളും കൊടിതോരണങ്ങളും കത്തിനശിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി പവൻ വില 1 ലക്ഷം രൂപ എന്ന നിർണായക മാന്ത്രിക സംഖ്യ പിന്നിട്ടു. പവൻ വില 1,16,600 രൂപ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.